ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവ്, ആ മുന്നറിവിനൊത്തവണ്ണം ദൈവം എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തു. ദൈവം തിരഞ്ഞെടുത്തു. ദൈവം എന്തിനായി തിരഞ്ഞെടുത്തു? ദൈവം മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ ഓരോരുത്തരെ നിയമിച്ചു. നാം നിസ്സാരരല്ല. നാം ഈ ഭൂമിയിൽ തലകൊമ്പിട്ടിരിക്കേണ്ടവരല്ല. നാം ഭയന്നും നിരാശപ്പെട്ടും കഴിയേണ്ടവരല്ല. പരാജയഭീതിയോടെ കഴിയേണ്ടവരല്ല. ദൈവത്തിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ ദൈവം നമ്മെ മുൻ നിയമിച്ചു. ദൈവത്തിൻ്റെ ഉദ്ദേശം നാം അറിയേണ്ടതല്ലേ? അങ്ങനെ മുൻ നിയമിക്കുക മാത്രമല്ല, മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ദൈവത്തിൻ്റെ അതേ ഔന്നത്യത്തിലേക്ക് ദൈവം മനുഷ്യനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ്. അത് മാറ്റമില്ലാതെ ദൈവം നിവർത്തിച്ചുകൊണ്ടിരിക്കും. അതിന് കീഴ്പ്പെട്ട് ആരെല്ലാം നിൽക്കുന്നുവോ അവരെ എല്ലാം ദൈവം ഉയർത്തിക്കൊണ്ടിരിക്കും. ദൈവം മുൻ നിയമിച്ചു, മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം മുൻ നിയമിക്കുക. ദൈവത്തിൻ്റെ ദിവ്യജ്ഞാനമനുസരിച്ച് എന്നെയും നിങ്ങളെയും അന്നേ ദൈവം കണ്ടു. ലോകാരംഭങ്ങൾക്ക് മുൻപേ ദൈവം കണ്ടു. നാം ദൈവം കണ്ട ദൈവമക്കളാണ്. ദൈവത്തിൻ്റെ ലിസ്റ്റിൽപ്പെട്ടവരാണ്. നാം നിരാശപ്പെടേണ്ട കാര്യമില്ല. സ്വർഗത്തിൽ നമ്മുടെ കാര്യപരിപാടികളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മെ തേജസ്കരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ തേജസ്കരണത്തിലേക്കാണ് ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ: അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവര്, പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ ത്രിത്വത്തിൻ്റെ തീരുമാനമാണത്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ്, ലോകാരംഭങ്ങൾക്ക് മുൻപ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആ ത്രിയേക ദൈവം ഒന്നിച്ചിരുന്ന് ആലോചിച്ചതായ തീരുമാനമാണ് നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ സൃഷ്ടിക്കുക. സ്തോത്രം. ഞാനും നിങ്ങളും ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം മുന്നറിഞ്ഞ് നമ്മെ സൃഷ്ടിച്ചവരാണ്. നമ്മെ മുൻ നിയമിച്ചവരാണ്. നമ്മളെ മുന്നിൽ കണ്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവത്തിൻ്റെ പ്ലാനിൽപ്പെട്ട നാം ദൈവത്തിൻ്റെ സാദൃശ്യമാണ്, ദൈവത്തിൻ്റെ സ്വരൂപമാണ്. മാത്രമല്ല, 8-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയും: ദൈവമേ, നീ മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. സ്തോത്രം. മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപമാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ സാദൃശ്യമാണ്. മനുഷ്യന് ദൈവത്തിൻ്റെ തേജസ് കൊടുത്തു. ദൈവത്തിൻ്റെ തേജസ് കൊടുത്ത് ദൈവം മനുഷ്യനെ ബഹുമാനിച്ചു. സ്തോത്രം. എത്രമാത്രം വലിയ വിലയാണ് ദൈവം നമുക്ക് വേണ്ടി തന്നത്. എബ്രായ ലേഖനം 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, 2:7: നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? മനുഷ്യർക്ക് വിവാഹ ജീവിതം കൊടുത്തു. ദൂതന്മാർക്ക് വിവാഹ ജീവിതമില്ല. ദൂതന്മാർ സ്ത്രീയുമല്ല പുരുഷനുമല്ല. അവർ ദൈവത്തിൻ്റെ സേവക ആത്മാക്കളാണ്. ദൈവത്തിൻ്റെ സർവൻസാണ്. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്ന് പറഞ്ഞാൽ അവർക്ക് വിവാഹ ജീവിതം കൊടുത്തു. എന്തിനാണ് വിവാഹ ജീവിതം കൊടുത്തത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ നിത്യനായ ദൈവം ആദാമിനോട് ഇപ്രകാരമാണ് പറയുന്നത്. ഉൽപ്പത്തി 1:28: ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു: നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതികളിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്നവരോട് കൽപ്പിച്ചു. ത്രിത്വത്തിൻ്റെ തീരുമാനപ്രകാരം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട്
ആ മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കുന്ന എപ്രകാരമാണ്? നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഈ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴുവീൻ. ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലുമുള്ള സകലത്തെയും അടക്കി വാഴുവീൻ. രാജാവായി വാഴുവീൻ, രാജാവും രാജ്ഞിയുമായി വാഴുവീൻ. അങ്ങനെ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകേണ്ടതിന് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ തേജസ്സിലുമുള്ള മക്കളെ കൊണ്ട് ഈ ഭൂമിയെ നിറയ്ക്കേണ്ടതിന് ദൈവം അവരെ അനുഗ്രഹിച്ചു. അതുകൊണ്ടാണ് അവർക്ക് വിവാഹ ജീവിത ദൈവം കൊടുത്തത്. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഇന്ന് വളരെ വ്യക്തമായി കാണുന്നുണ്ട്. കർത്താവ് യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷാകാലത്ത് ഇപ്രകാരം പറഞ്ഞു. മർക്കോസ് 12:25. എന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കുകയുമില്ല. മനുഷ്യൻ്റെ പ്രത്യാശയായ പുനരുദ്ധാനം, ഒന്നാമത്തെ പുനരുദ്ധാനം, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവൻ പുനരുദ്ധാനം പ്രാപിക്കുമ്പോൾ മരിച്ചവർ ഉയർക്കുകയും ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നതായ പുനരുദ്ധാനം. ആ പുനരുദ്ധാനം നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അന്ന് സ്ത്രീയുമല്ല പുരുഷനുമല്ല, പുനരുദ്ധാനം പ്രാപിച്ച ശരീരം അത് ദൂതന്മാരെ പോലെയാണ്. ദൈവത്തിന് സ്തോത്രം. വളരെ മനോഹരമായ ഒരവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവരികയാണ്. സ്വർഗീയ വാസത്തിന് വേണ്ടി മനുഷ്യനെ ഒരുക്കുമ്പോൾ പിന്നെ സ്ത്രീയുമില്ല പുരുഷനുമില്ല, അവിടെ വിവാഹ ജീവിതമില്ല, അവിടെ ജനനമില്ല, മരണമില്ല, രോഗമില്ല, കഷ്ടതയില്ല, കണ്ണുനീരില്ല. എന്നാൽ ഈ ഭൂമിയിൽ ദൈവം മനുഷ്യനെ ആക്കി വെച്ചത് സന്താന സമൃദ്ധിയുള്ളവരായി ജീവിക്കുവാനാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നാം ഇപ്രകാരം കാണുന്നുണ്ട്. ഞാൻ തന്നെയാകുന്നുവെന്ന് എൻ്റെ കയ്യും കാലും നോക്കി അറിവീൻ, എന്നെ തൊട്ടു നോക്കുവീൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയുമില്ലല്ലോ. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടുപോയി. അതൊരു ഭൂതമായിരിക്കുമോ എന്ന് ശിഷ്യന്മാർ സംശയിച്ചു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവരോട് പറയുന്ന വാക്യമാണ് നാം ഇപ്പോൾ കേട്ടത്. നിങ്ങൾ എന്നെ തിരിച്ചറിയുന്നില്ലേ? ഇത് ഞാൻ തന്നെയെന്ന് എൻ്റെ കയ്യും കാലും നോക്കി അറിവീൻ, എന്നെ തൊട്ടു നോക്കുവീൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ. വലിയൊരു മർമ്മമാണ് കർത്താവ് പറഞ്ഞത്. 37-ാം വാക്യം കൊണ്ടിനോട് ചേർത്ത് വായിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നുണ്ട്. അവർ ഞെട്ടി ഭയപ്പെട്ടു, ഒരു ഭൂതത്തെ കാണുന്നുവെന്ന് അവർക്ക് തോന്നി. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടപ്പോൾ തങ്ങളുടെ ഒരു ഭൂതത്തെ കാണുന്നുവെന്നാണ് അപ്പോസ്തലന്മാർക്ക് തോന്നിയത്. കർത്താവ് പറഞ്ഞത്, നിങ്ങളെ സംശയിക്കേണ്ട, നിങ്ങൾ എന്നെ തൊട്ടു നോക്കിക്കോ, നിങ്ങൾ എൻ്റെ ശരീരം തൊട്ടു നോക്ക്. എനിക്ക് അസ്ഥിയും മാംസവും ഉണ്ടല്ലോ, ഭൂതങ്ങൾക്ക് അസ്ഥിയും മാംസവും ഇല്ലല്ലോ. കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു. ദൈവമക്കളെ ഓർക്കുക, ദൂതന്മാരിൽ സ്ത്രീയും പുരുഷനുമില്ല, ഭൂതങ്ങൾക്ക് അസ്ഥിയും മാംസവുമില്ല. വീണ്ടും നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ യെശയ്യാ പ്രവാചകനിൽ കൂടെ ദൈവം വെളിപ്പെടുത്തിയ ഒരു വലിയ സത്യമുണ്ട്. യെശയ്യാ 14:13-14 വാക്യങ്ങൾ. ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്താണ് ദൂതന്മാരുടെ പാപം? ദൂതന്മാരുടെ പാപം ഏതെങ്കിലും പാവപ്രവർത്തികൾ ചെയ്തതല്ല. ദൈവത്തിന് സ്തോത്രം. എന്തെങ്കിലും പാവപ്രവർത്തികൾ ചെയ്യാൻ അവരുടെ ശരീരം പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ശരീരമല്ല. എന്താണ് അവരുടെ പാപം? വളരെ വ്യക്തമായി നമ്മുടെ കാണുന്നു. സ്വർഗീയ സിംഹാസനത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ലൂസിഫറും അവൻ്റെ സൈന്യവും അവരവിടെ ഇങ്ങനെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നുകയാണ്, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്ന് അരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകുമെന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഹൃദയത്തിൽ വന്ന പാപമാണ്. ഏതെങ്കിലും പാവപ്രവൃത്തികളല്ല ദൂതന്മാർക്ക് വന്നത്, ഹൃദയത്തിൽ വന്നതായ പാപമാണ്. പ്രിയപ്പെട്ടവരെ, അനേകർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. എന്നാൽ ഒരു തെറ്റിദ്ധാരണയും ആവശ്യമില്ല. വചനം വളരെ കൃത്യമാണ്, സത്യമാണ്, വള്ളി പുള്ളിയോ മാറ്റമില്ലാത്തതാണ്. സ്വർഗീയ സിംഹാസനത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഈ ദൂതന്മാർ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് ഉന്നത ഭാഗം വരികയാണ്. ഉന്നത ഭാവം. ഞാൻ ദൈവത്തോട് തുല്യനാണ്, ദൈവം സിംഹാസനത്തിരിക്കുന്നു, ഞാൻ സിംഹാസനത്തിനരികിൽ തന്നെ ഞാൻ നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിൽ പറഞ്ഞു.
അവന് ഹൃദയത്തിൽ പറഞ്ഞു എന്നുള്ളതാണ് അവൻ്റെ പാവം. നമുക്ക് വേണ്ടി വ്യവസ്കര പ്രവാചകൻ്റെ പുസ്തകം എടുക്കാം. അതിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: മനുഷ്യപുത്ര, നീ സോർ പ്രഭുവിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഹൃദയം നിഗളിച്ചുപോയി. നീ ദൈവമല്ല, മനുഷ്യൻ മാത്രമായിരിക്കെ ഞാൻ ദൈവമാകുന്നു. ഞാൻ സമുദ്രമധ്യേ ദൈവാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. നീ ദൈവഭാവം നടിച്ചതുകൊണ്ട് നീ ദാനിയേലിലും ജ്ഞാനിയല്ലോ. അവന് വന്നത് ദൈവഭാവം നടിച്ചു, അവൻ അഹങ്കാരം വന്നു. ദൈവത്തിന് സ്തോത്രം. നിന്റെ ഹൃദയം നിഗളിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, സത്യം നിങ്ങൾ അറിയണം. ദൈവം പാവമായി കാണുന്നത് എന്താണ്? സ്വർഗത്തിൽ നിന്ന് ഈ സോർ പ്രഭുവിനെ അഥവാ ലൂസിഫറിനെയും ഒരു സൈന്യത്തെയും ദൈവം വെട്ടിക്കളയുവാൻ കാരണം എന്താണ്? പൊന്നുകൊണ്ട് നിർമ്മിച്ചതായ ലൂസിഫർ, ദൈവിക തേജസ്സുകൊണ്ട് നിറഞ്ഞവനായ ലൂസിഫർ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ മറക്കരുത്. ദൈവം സൃഷ്ടിച്ച ലൂസിഫർ, പൊന്നുകൊണ്ട് സൃഷ്ടിച്ച ലൂസിഫർ, ദൈവിക തേജസ്സുകൊണ്ട് നിറച്ചവനായ ലൂസിഫർ, അവൻ്റെ ഹൃദയം നിഗളിച്ചപ്പോൾ, നീ ദൈവമല്ല, മനുഷ്യൻ മാത്രമായിരിക്കെ ഞാൻ ദൈവമാകുന്നു, ഞാൻ സമുദ്രമധ്യേ ദൈവാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവഭാവം നടിച്ചതുകൊണ്ട്, ഹൃദയം ഗർവിച്ചു പോയതുകൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്തു. പൊന്നുകൊണ്ടുള്ള ശരീരവും ദൈവിക തേജസ്സും എടുത്തിട്ട് അവനെ വെട്ടിക്കളഞ്ഞു. അവന് അറിവുണ്ട്, അവന് കഴിവുണ്ട്, അവന് ജ്ഞാനമുണ്ട്, ദൈവത്തോടുകൂടെ വസിച്ചവനാണ്, ദൈവിക രഹസ്യങ്ങളെല്ലാം അറിയാവുന്നവനാണ്. ശരീരമില്ലാത്തവനായി അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. മറക്കരുത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. പ്രിയപ്പെട്ടവർ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന, ദൈവസ്വർഗത്ത് നിന്ന് തള്ളിക്കളഞ്ഞതായ ലൂസിഫറും അവൻ്റെ സൈന്യങ്ങളും, അവന് ദൈവത്തോട് വൈരാഗ്യം തീർക്കാൻ കഴിവില്ല. ലൂസിഫർ സൃഷ്ടിയാണ്, ദൈവ സൃഷ്ടാവാണ്. വൈരാഗ്യം തീർക്കാൻ ദൈവത്തോട് കഴിയാത്തത് കൊണ്ട് പകരം അവൻ മനുഷ്യനോട് വൈരാഗ്യം തീർക്കുന്നു. തൻ്റെ സ്ഥാനത്ത് ദൈവം മനുഷ്യനെ കണ്ടു, ലൂസിഫറിൻ്റെ സ്ഥാനത്ത് ദൈവം മനുഷ്യനെ കണ്ടു. മാത്രമല്ല, ദൂതന്മാരെക്കാൾ ഉന്നതമായ സ്ഥാനം ദൈവം മനുഷ്യന് കൊടുത്തു. വേദത്തിലുണ്ട്, വളരെ കൃത്യമായിട്ടുണ്ട്. അത്ര ഉന്നതമായ പദവി തന്നെ സൃഷ്ടിച്ചവരാണ് നാം, അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. യെശയ്യാവ് 14:12: അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? സ്തോത്രം. എന്നാണ് എന്നെക്കുറിച്ച് പറഞ്ഞത്. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? പ്രിയപ്പെട്ടവരെ, നാം ഭയത്തോടെ ഓർക്കേണ്ട സത്യമാണിത്. അരുണോദയപുത്രനായ ശുക്രൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ലൂസിഫറിന് ദൈവം വെട്ടി താഴെയിട്ടു എങ്കിൽ, നിസ്സാരനായ മനുഷ്യ, ബലഹീനായ മനുഷ്യ, സ്വാഭാവിക കൊമ്പുകളെ ദൈവം വെട്ടിക്കളഞ്ഞിട്ട് കാട്ടൊലിവായി നിന്നെ അവിടെ ഒട്ടിച്ചു ചേർത്തുവെങ്കിൽ, ദൈവത്തിന് സ്തോത്രം. നമുക്ക് അഹങ്കരിക്കാൻ എന്തുണ്ട്? നമുക്ക് പുകഴാൻ എന്തുണ്ട്? നമുക്ക് പ്രശംസിക്കാൻ എന്തുണ്ട്? ലഭിച്ചതല്ലാതെ നമുക്കൊന്നുമില്ല. എന്നാൽ ലഭിച്ചതല്ല എന്ന് തോന്നുമാർ അനേകർ ദൈവത്തിൻ്റെ ഭാവത്തിൽ നിൽക്കുകയാണ്. ദൈവമല്ലാതിരിക്കെ ഞാൻ ദൈവമാണെന്ന് ഭാവിച്ച് നടക്കുകയാണ്, അഹങ്കാരത്തോടെ നടക്കുകയാണ്. ദൈവം വെട്ടിക്കളയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വളരെ വ്യക്തമായി നാം വചനത്തിൽ വായിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം ഇപ്രകാരം കാണുന്നു: നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി കർത്താവ് അവിടെ കൽപ്പിക്കുന്നുണ്ട്. നിത്യനായ ദൈവ സൃഷ്ടാവായ ദൈവം അതുകൊണ്ട് എന്താണ് പറയുന്നത്? നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്നെ ഞാൻ സ്വർഗീയ സിംഹാസനത്ത് വെട്ടിക്കളയുന്നതുവരെയും നീ നിഷ്കളങ്കനായി നടന്നവനാണ്. നിനക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല. എന്നാൽ നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പ നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു, നീ പാപം ചെയ്തു. വ്യാപാരത്തിൻ്റെ പെരുപ്പം കൊണ്ട്,
അധികാരം കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് ഭയപ്പെടേണ്ട രംഗമാണ്. ദൈവം നിനക്ക് അധികാരങ്ങൾ തന്നിട്ടുണ്ടായിരിക്കും, നിനക്ക് ഉന്നത സ്ഥാനം ഉണ്ടായിരിക്കും, നിനക്ക് ധനമുണ്ടായിരിക്കും, നിനക്ക് മറ്റുള്ളവരെക്കാൾ പല കഴിവുകളും ഉണ്ടായിരിക്കും. എന്നാൽ ഇതെല്ലാം ദൈവം നിനക്ക് ദാനമായി തന്നതാണ്. അതൊന്നും നിൻ്റേതല്ല. നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു ഉണ്ടോ? ഹൃദയത്തിലെ പാവം അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. അതാണ് പാവമായ ദൈവം എണ്ണിയത്. അതാണ് ദൂതന്മാർക്ക് വന്നതായ പാവമായി വേറോസം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. സ്തോത്രം. അവൻ അതുവരെയും നിഷ്കളങ്കനായിരുന്നു. എന്നാൽ ദൈവം അവനെ വെട്ടിക്കളഞ്ഞു, ദൈവം അവനെ താഴ്ത്തിക്കളഞ്ഞു. യൂദായുടെ ലേഖനം 6-ാം വാക്യത്തിൽ നാം വളരെ വ്യക്തമായി കാണുന്നുണ്ട്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാറ് സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? സ്വർഗീയ സിംഹാസനത്തിൽ ദൈവത്തെ ശുശ്രൂഷിക്കുന്നതായ ആ ലൂസിഫറും സൈന്യവും, അവൻ ആ സിംഹാസനത്തെ മറയ്ക്കുന്ന കെരൂബായിരുന്നു. ആ സിംഹാസനത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവനായിരുന്നു. ആ ശുശ്രൂഷ ചെയ്യുന്നവൻ വീഴ്ച വരുത്തി. അതാണ് ഇവിടെ കാണുന്നത്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാറ്. ദൈവം ഏൽപ്പിച്ചതായ ജോലി വിശ്വസതയോടെ നിർവഹിച്ചില്ല. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാറ് സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ, ദൈവമാക്കി വെച്ച സ്ഥാനത്ത് നിന്നും വിട്ടുപോയ ദൂതന്മാരെ എന്താണ് ചെയ്തേക്കുന്നത്? മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. നാം മറക്കരുത്. നാം ഭയത്തോടെ നാം ദൈവത്തെ കാണുക, ദൈവത്തെ ഭയപ്പെടുക. ഈ പ്രവാസകാലം ഭയത്തോടെ നാം കഴിക്കുക, നമ്മെ തന്നെ താഴ്ത്തുക. ഉന്നതഭാവം വരരുത്, അഹങ്കാരം വരരുത്. എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ മിടുക്ക് കൊണ്ട്, എൻ്റെ സാമർഥ്യം കൊണ്ട് നീ പറയരുത്. ലഭിച്ചതല്ലാതെ നിനക്കൊന്നുമില്ല, ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്നതുപോലെ നീ ഭാവിക്കുന്നതെന്ന് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, നമുക്ക് ദൈവസന്നിധിയിൽ താഴാം. പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് ഇപ്രകാരം പറയും: പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിൻ്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും. സ്തോത്രം. പ്രിയപ്പെട്ടവര്, പാപം ചെയ്ത ദൂതന്മാരെ, പാപം എന്താണ്? ഉന്നതഭാവം വന്നു. പാപത്തെ പ്രവൃത്തികളൊന്നും വന്നില്ല. ഇന്ന് അനേകർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എനിക്ക് വ്യഭിചാരമില്ല, എനിക്ക് കൊലപാതകമില്ല, എനിക്ക് കവർച്ചയില്ല, എനിക്ക് എണ്ണപ്പെട്ട പാപങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തോടെ ഉന്നതഭാവത്തോടെ നടക്കുന്നവരുണ്ട്. എന്നാൽ എന്താണ് ദൈവം വെറുക്കുന്നതായ പാപം? പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാറ് എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. മറക്കരുത്. പാപം ചെയ്താൽ ദൈവമക്കളെ, പാപിയെ ദൈവം സ്നേഹിക്കുന്നു, പക്ഷേ പാപത്തെ വെറുക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ശാന്തമായി ചിന്തിക്കാം. ഈ പ്രവാസകാലം, ഈ മരുഭൂമിവാസം, ഈ അല്പകാലം ഞാൻ വാസ്തവത്തിൽ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നുണ്ടോ? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 2-ാമത്തെ വാക്യം: ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. ആ വാക്യം ദുരുപയോഗം ചെയ്യുന്നവരുണ്ട്, ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുണ്ട്. ദൈവത്തിൻ്റെ പുത്രന്മാരെന്നിവിടെ പറഞ്ഞിരിക്കുന്നത് മാലാഖമാരാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാതാക്കളുണ്ട്. തെറ്റാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശേത്തിൻ്റെ മക്കളെയാണ്. പ്രിയപ്പെട്ടവരെ, അത് വചനമാഠത്തിൽ പഠിക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. ആദാമിൻ്റെ ആദ്യത്തെ മകൻ കയീൻ, ആ കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനാണ് എന്ന് വേറെ ദിവസം വ്യക്തമായി പറയുന്നു. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ തേജസ്സിലും സൃഷ്ടിച്ച ആദാമിനുണ്ടായ ആദ്യത്തെ മകൻ കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി. എന്താണ് കാരണം? ദൈവത്തിൻ്റെ സ്തോത്രം. വളരെ ലളിതമായതൊക്കെ ചിന്തിച്ചാലറിയാം. ഞാൻ കടയിൽ നിന്ന് ഒരു കുപ്പി പാല് വാങ്ങിച്ചു കൊണ്ടുവന്നു. അത് തിളപ്പിക്കുന്നതിന് വേണ്ടി അടുപ്പിൽ വെച്ചിരിക്കുന്ന കലത്തിലേക്ക് ഞാൻ ആ പാലൊഴിക്കുന്നു. പാല് മുഴുവനും ഒഴിച്ചു. ഇനി ആ കുപ്പിക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ? ആരോട് ചോദിച്ചാലും പറയും ഒന്നുമില്ല. എന്നാൽ ആ കുപ്പിയിലെ പാല് മാറിക്കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് വായു കയറി. ആരും പറയേണ്ടത് സ്വാഭാവികമാണ്. ദൈവവേദില് മാമോദിസയുടെ റൂഷ്മായാൽ മുദ്ര കുത്തപ്പെട്ട ദൈവവേദില് യേശുക്രിസ്തുവിന്റെ ജയകരമായ ശ്രീഭായാലുള്ള രക്ഷ ഒരിക്കൽ അനുഭവിച്ച ദൈവവേദില് നിന്റെ ഹൃദയം ഗർവിച്ചാൽ, നിന്റെ ഹൃദയം അഹങ്കാരമുള്ളതായി തീർന്നാൽ, അപ്പോഴേ ദൈവാത്മാവ് അവിടെ നിന്ന് മാറും. ആരും പറയേണ്ട, അവിടേക്ക് ദുരാത്മാവ് കയറി വരും. മറക്കരുത്. ശരീരമില്ലാത്ത പിശാച്
അവന് അതിയായ മോഹമാണ് പാപം ചെയ്യാൻ. പക്ഷെ പാപം ചെയ്യാൻ ശരീരമില്ല. അവന് ശരീരം വേണം. അവന് ശരീരം ആര് കൊടുക്കും? അവൻ്റെ ശരീരം മനുഷ്യനാണ്. മനുഷ്യ ശരീരത്തിലേക്ക് അവൻ കടക്കുകയാണ്. ജഡികനായ മനുഷ്യൻ പാപത്തിന് വേണ്ടി ഹൃദയം തുറന്നിട്ടിരുന്നാൽ അവിടേക്ക് സാത്താൻ കടന്നു വരും. യാതൊരു സംശയവും ഇല്ല. ആരുടെയും പെർമിഷനൊന്നും വേണ്ട. പ്രിയപ്പെട്ടവർ, അങ്ങനെയാണെന്ന് അനേകർ ആത്മീക ഗോളങ്ങൾ നിൽക്കുന്നുവെന്ന് അഭിമാനിക്കുന്നവർ തകർന്ന് താരടിയായി പോകാൻ കാരണം അതാണ്. പാപം ചെയ്യാൻ സാത്താന് ശരീരം വേണം. ആ ശരീരം ആരിൽ കിട്ടും? അതാണ് അവൻ നോക്കുന്നത്. അതിനാണ് അവൻ ഊടാടി സഞ്ചരിക്കുന്നത്. ഈ ഭൂമിയിലൊക്കെ ഈ മൂടാടി സാത്താൻ നടക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം അതാണ്. അവന് പാപം ചെയ്യാൻ ഒരു ശരീരം വേണം. ആ ശരീരം മനുഷ്യൻ്റെ ശരീരമാണ്. ആരുടെ ശരീരത്തിലാണ് അവൻ കിടക്കുന്നത്? സഹോദരങ്ങളെ, നീ എത്ര ഉന്നതനായിരുന്നാലും ശരി, ഏതെങ്കിലും ഒരു പാപത്തോടെ നിനക്കൊരു മോഹമുണ്ടോ, നിന്റെ ഹൃദയം തുറന്നിരിക്കും. ആ പാപത്തിന് വേണ്ടി തുറന്നിരിക്കും. വേറെ ആരും തുറക്കണ്ട. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയും, എൻ്റെ തുറക്കപ്പെട്ട അധരങ്ങൾക്ക് കാവൽക്കാരെ നിയമിക്കണമേ എന്ന്. എൻ്റെ അധരങ്ങൾക്ക് കാവൽക്കാരെ നിയമിക്കണമേ എന്ന്. അരുതാത്ത ഒരു വാക്കെൻ്റെ വായിൽ നിന്ന് വരാതെ എന്നെ കാക്കണമേ എന്ന്. തുറക്കപ്പെട്ട അവയവങ്ങൾ. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്. പ്രിയപ്പെട്ടവർ, അതെല്ലാം മാമോദിസയുടെ റൂസ്മായാൽ മുദ്രകുത്തപ്പെട്ടതാണ്. അതെല്ലാം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചതാണ്. അതെല്ലാം കർത്താവായ യേശു ക്രിസ്തു എന്ന നിർമ്മല പുരുഷന് മണവാട്ടിയാക്കി കൊടുക്കുവാൻ വേണ്ടി വിട്ടുകൊടുത്തതാണ്, സമർപ്പിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം സത്യമാണ്. എന്നാൽ ആ സമർപ്പണത്തിൽ ഞാൻ പിന്മാറിപ്പോയോ? എൻ്റെ ഹൃദയം ഗർവിച്ചു പോയോ? പാപത്തിലേക്കൊരു മോഹം വന്നോ? അതാണ് അപ്പോസ്തലനായ യാക്കോബ് പറയും, 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ കാണും, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നു. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പാപം വരുമ്പോൾ എന്തുകൊണ്ടാണ് മോഹം വരുന്നത്? അവൻ്റെ ഹൃദയം ആ പാപം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവർ, പാപം ചെയ്യാൻ 2 ഏജന്റന്മാർ വേണം. ഒറ്റയ്ക്കാർക്കും പാപം ചെയ്യാൻ ഒക്കുകയില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഓർക്കുന്നോ? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 11 വാക്യങ്ങളിൽ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെയും കൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് യഹൂദന്മാർ വരുന്നുണ്ട്. അവർ സ്ത്രീയെയാണ് കൊണ്ടുവന്നത്. എന്നാൽ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് വ്യഭിചാരം ചെയ്യാൻ കഴിയുകയില്ല. അവിടെ ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്നാൽ ആ കൂടെ ഒരു പുരുഷൻ കാണണം. ആ പുരുഷനെ അവർ കൊണ്ടുവന്നില്ല. പാർഷ്വാലിറ്റി കാണിച്ചു. പ്രിയപ്പെട്ടവർ, അവർ നിഷ്കളങ്കരല്ല. അവർ ന്യായം വരിക്കാൻ വന്നവരല്ല. അവർ യേശുവിൽ കുറ്റം കാണുവാൻ വന്നവരാണ്. ഇപ്പോൾ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കാം. പരമാർത്ഥ ഹൃദയത്തോടെയാണോ നീ വചനം കേൾക്കുന്നത്? ദൈവസ്ഥലിരിക്കുമ്പോൾ നീ മറ്റുള്ളവരെ കുറ്റം വിരിച്ചുകൊണ്ടാണോ ഇരിക്കുന്നത്? നിങ്ങൾ ശാന്തമായി ചിന്തിക്കുക. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവർ ഒന്നാമത് ഇവളെ കല്ലെറിയട്ടെ. പ്രിയപ്പെട്ടവർ, ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കുക. ഒരു മനുഷ്യൻ പാപത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ആഗ്രഹമില്ല, പക്ഷേ ഞാൻ പാപം ചെയ്തു പോയി എന്ന് മനുഷ്യൻ ന്യായം പറയും. ഈ ന്യായം ദൈവത്തിന് വില പോവുകയില്ല. നീ പാപം ചെയ്തതിൻ്റെ പിന്നിൽ നീ ആ പാപത്തെ മോഹിച്ചു. പ്രിയപ്പെട്ടവർ, മോഹമുള്ള ഹൃദയത്തിലേക്ക് സാത്താൻ കിടക്കുന്നു. അവനൊരു ഏജന്റിനെ കെട്ടി. അവൻ നിന്റെ മേലെ അധീശത്വം പുലർത്തും. അവൻ നിന്റെ കർത്തൃത്വം ഏറ്റെടുക്കും. അവൻ ഈ ലോകത്തിന് ദൈവം നിന്നെ ഭരിക്കാൻ തുടങ്ങും. നിന്നെ കൊണ്ടവൻ പാപം ചെയ്യിക്കും. അവനെ സന്തോഷിക്കും. പാപം ചെയ്ത് കഴിയുമ്പോൾ നിനക്ക് നിരാശ വരും. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ലോകത്തിലെ പാപം എത്ര ചെയ്താലും മതിയാവില്ല. അതുതന്നെയാണ് കർത്താവായ യേശു പറഞ്ഞത്, ഈ ലോകത്തിലെ വെള്ളം കുടിക്കുന്നവരെല്ലാം എത്ര കുടിച്ചാലും ദാഹിക്കും. എത്ര പാപം ചെയ്താലും ദാഹിക്കും, പിന്നെയും ദാഹിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഈ പാപം ചെയ്തുകൊണ്ടിരുന്നാൽ അവൻ തന്നെ ആഴത്തിലേക്ക് നിത്യനാശത്തിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. നമുക്ക് അതിനോട് എന്നേക്കുമായിട്ട് യാത്ര പറയണം. നമുക്ക് കർത്താവിനോടൊരു വാക്ക് പറയണം. കർത്താവേ, എൻ്റെ ഇതുവരെയുമുള്ള ജീവിതം തകർന്നു പോയി. ഞാൻ സംഭരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ മോഹമുണ്ടായിരുന്നു. പാവപ്രവൃത്തികൾ വന്നില്ല. പാവപ്രവൃത്തികൾ വരാറിഞ്ഞ് നോക്കി. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ മോഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പാപത്തിൽ വീണുപോയത്. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിലേക്ക് സാത്താൻ കടന്നു വന്നു. അരുതാത്ത ചിന്തകളും എനിക്കൊരിക്കലും സാധ്യമല്ലാത്തതായ മോഹങ്ങളും എൻ്റെ ഹൃദയത്തിൽ വന്നു. മോഹം ഗർഭം ധരിച്ച പാപത്തെ പ്രസവിക്കുന്നു. ഒരു മോഹം ഹൃദയത്തിലുണ്ടായോ അത് പാപത്തിൽ ചെന്ന് അവസാനിക്കും. അത് പാപത്തിലേക്ക് വരും. പാപം വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മോഹം ഗർഭം ധരിച്ച പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നു. പാപം ജീവിതത്തിൽ വരുമ്പോൾ പാപത്തിന് ശബളമായ മരണം സംഭവിക്കുന്നു. ആരാണ് മരിക്കുന്നത്? പാപം ചെയ്യുന്ന ദേഹി മരിക്കുന്നു. വിലപ്പെട്ട ആത്മാവ് മരിക്കുന്നു. സ്തോത്രം.
ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ തേജസ്സിലും സൃഷ്ടിക്കപ്പെട്ട ദൈവാത്മാവ് മരിച്ചു പോകുന്നു. ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. ദൈവമായുള്ള സംസർഗം നഷ്ടപ്പെടുന്നു. നാവിൽ നിന്ന് സ്തുതി അറ്റുപോകുന്നു. നിഷ്കളങ്കർ പോയി പോകുന്നു. തേജസ്സിൻ്റെ വസ്ത്രം ഉരിഞ്ഞു പോകുന്നു. പ്രിയപ്പെട്ടവരെ, മറക്കരുത്, ആറാം പാപം ചെയ്തു. എന്നാൽ ആദാമിനോട് ദൈവം സംസാരിക്കുന്നുണ്ട്, പക്ഷേ സംസർഗമില്ല. സംസർഗം നഷ്ടപ്പെട്ടു, സംസാരമുണ്ട്. കയീൻ പാപം ചെയ്തു. കയീൻ സ്വന്തം സഹോദരനെതിരെ തിരിഞ്ഞപ്പോൾ ദൈവം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പാപം ചെയ്യരുത്, നീ കോപിക്കരുത്, നിന്റെ മുഖം വാടരുത്, നീ നന്മ ചെയ്യുന്നു, നിനക്ക് പ്രസാരം ഉണ്ടാകുകയില്ലയോ? വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. അവിടെയെല്ലാം കയീൻ ദുഷ്ടൻ ഇടം കൊടുത്തുകൊണ്ട് നിന്നു. പ്രിയപ്പെട്ടവർ, ആ കയീനോട് ദൈവം സംസാരിക്കുന്നുണ്ട്. സംസർഗം പോയി. ഇന്ന് വചനം കേൾക്കുന്ന സഹോദര, നിന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള സംസർഗമുണ്ടോ? ദൈവം നിന്നോട് സംസാരിക്കാറുണ്ടോ? ഓരോ നിമിഷവും നിന്നെ കൈപിടിച്ച് വഴി നടത്തുന്ന അനുഭവം നിങ്ങൾക്കുണ്ടോ? നമുക്കതിനായി നമ്മെ തന്നെ താഴ്ത്താം. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറക്കാം. ആത്മശരീര മനസ്സുകളെ ദൈവസന്നിധിയിൽ നമുക്ക് തുറക്കാം. കർത്താവേ, സൃഷ്ടാവായ ദൈവമേ, നീ എന്നെ കാണുന്നു, നീ എൻ്റെ അരികിൽ വന്ന് നിൽക്കുന്നു. നിൻ്റെ വചനത്താൽ എന്നെ കീറി മുറിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് മാറ്റണമേ. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ കടന്നുകൂടിയ ഈ ഭീകരനായ സാത്താനെ നീ തകർക്കണമേ. ആ സാത്താനെ തകർക്കാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ. പാമ്പിനെ തലയെ ചരയ്ക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. കർത്താവേ, എനിക്ക് പൂർണ്ണ സമരമാണ്. ആ പാമ്പിനെ നീ തകർത്തി ഹൃദയത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ കർത്താവ് രക്ഷിതാവുമായി നീ എന്നിൽ വാഴണമേ, എന്നെ നടത്തണമേ, എന്നെ നയിക്കണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ എല്ലാവരെയും ഒരുക്കണമേ. മാനവും മഹത്വത്തോടെ എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമീൻ.